നമസ്കാരം. നമ്മുടെ KSRTC അനുദിനം പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് KSRTCയുടെ 143 പുതിയ ബസ്സുകളാണ് സർവീസിന് എത്തുന്നത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മവും നിർവഹിക്കും. തിരുവനന്തപുരം ആനയറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് KSRTCയിലെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. KSRTCയുടെ സ്റ്റുഡൻറ് ട്രാവൽ കാർഡ് പ്രകാശനവും വിതരണ ഉദ്ഘാടനവും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും നിർവഹിക്കും. വിപുലീകരിച്ച കൊറിയർ മാനേജ്മെന്റ് സംവിധാനവും സുതാര്യം ബാർകോഡ് അധിഷ്ഠിത സംവിധാനവും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലും ഉദ്ഘാടനം ചെയ്യും. ഇന്നത്തെ ദിവസം കളർഫുൾ ആക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോഴെങ്ങനെയാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും പുതിയ ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്ന ഇന്നത്തെ ദിവസം അങ്ങ് കളർഫുൾ ആക്കുകയല്ലേ എന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾ. AC സ്ലീപ്പർ, AC സീറ്റർ കം സ്ലീപ്പർ, പ്രീമിയം സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സുകൾ തുടങ്ങി വിവിധ ശ്രേണികളിലുള്ള ബസ്സുകളാണ് പുതിയതായി എത്തുന്നത്. ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്നവയാണ് ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സുകൾ. നവീകരണത്തിൻ്റെ പുതിയ അധ്യായനത്തിലേക്ക് കടക്കുകയാണെന്ന് KSRTC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളും ഉയർന്ന നിലവാരവും സുരക്ഷാ സംവിധാനങ്ങളും പുതിയ ബസ്സുകളിലുണ്ട്. ഇനി നമുക്ക് സന്തോഷത്തോടെയും ആഘോഷത്തോടെയും KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യാം.